എങ്ങാനും കാലെടുത്ത് വെച്ച ടൈറ്റാനിക്കിലാണെങ്കിലോ. ഈ ഒരു മോൺസ്റ്ററിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അഡ്വൈറ്റ് പടപടപടാന്ന് അടിക്കുന്നുണ്ട്. ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. തൊടുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോരോരോ കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിപ്രാന്തന്മാർക്കും നമസ്കാരം. ഒരുപാട് നാളായി ഒരു എപ്പിസോഡ് കൊണ്ടുവന്നിട്ട്. ഇന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ട് ഒരു എപ്പിസോഡുകളുടെ കളിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഫൈഡിൽ നമ്മൾ പൊതുവെ ചെയ്യുന്നത് എന്താ, കാറുകളുടെ റിവ്യൂ. പക്ഷേ ഇതൊരു റിവ്യൂ പ്ലസ് അല്ലെങ്കിൽ ഒരു വിത്ത് ട്രാവൽ ജേണിയാണ്. കാരണം നമ്മളൊരു വണ്ടി പണിതിട്ടുണ്ട്. ആ വണ്ടി ഒരു ട്രിപ്പിന് വേണ്ടി മാത്രം ഫ്രം സ്ക്രാച്ച് പണിതതാണ്. ആ വണ്ടി അങ്ങനെ അധികം ഒന്നും ആരുടെ അടുത്തും അതിനെ കാണിക്കാനോ സംസാരിക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഇന്ന് ആ വണ്ടിയും കൊണ്ട് ഞാനൊരു യാത്രയ്ക്ക് പുറപ്പെടുക. ഇത് ഏത് കാലഘട്ടത്തിൽ ഏത് മാസത്തിൽ ഇങ്ങനെയൊന്നും പറയാനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ സീരീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മദറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇനിയൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ഫൈഡിൽ തന്നെ ആക്റ്റീവായിട്ട് ഇരിക്കാമെന്നും കൂടി വിചാരിച്ച് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള ട്രാവൽ ജേണികളൊന്നും ഞാൻ ഇനി ഇതിന് ശേഷം ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ വണ്ടി ഫൈഡിന് ഒരു ട്രാവൽ വ്ളോഗാക്കി മാറ്റാനോ ഒന്നും ഒരു പരിപാടിയല്ല. എൻ്റെ മദറിന് ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ഏജായി. പുള്ളിക്കാരി നമ്മുടെ സുജിത് ഭക്തൻ്റെ ഭയങ്കര വലിയൊരു ഫാനാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ ഇതുവരെ ട്രാവൽ വ്ളോഗ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതും ഒറ്റയ്ക്ക്. പല സ്ഥലങ്ങളിൽ വെച്ചും ഗൈഡുകളായിട്ടും ഫ്രണ്ട്സുകളായിട്ടൊക്കെ പലരും എൻ്റെ വണ്ടിയിൽ ജോയിൻ ചെയ്യാം. പക്ഷേ എൻ്റെ ഈ യാത്ര കംപ്ലീറ്റ്ലി ഞാൻ മാത്രമുള്ള എൻ്റെ ഒരു ലോകത്തിൽ എൻ്റെ വണ്ടിയും കൂടിയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഒരുപാട് നമ്മൾ വണ്ടിയെപ്പറ്റി സംസാരിക്കും. ഈ യാത്രയിൽ നമ്മൾ കാണുന്ന വണ്ടികളെപ്പറ്റി സംസാരിക്കും. ഈ വണ്ടിയെപ്പറ്റിയും സംസാരിക്കും. ഈ യാത്രകളിൽ കാണുന്ന കാഴ്ചകളെപ്പറ്റി സംസാരിക്കും. അപ്പോൾ ഇതിൽ ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ദുബായിൽ നിന്നും അവസാനിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലേക്കാണ്. അപ്പോൾ ചിലപ്പോൾ ലണ്ടനിൽ വെച്ച് നിർത്തും, ചിലപ്പോൾ സ്കോട്ട്ലാൻഡിൽ വെച്ച് നിർത്തും. ഇപ്പോൾ ദുബായിൽ നിന്ന് നമ്മൾ ഇറാനിൽ പോയി, ഇറാനിൽ നിന്ന് ടർക്കി പോയി, ടർക്കിയിൽ നിന്ന് യൂറോപ്പിൽ കയറി, യൂറോപ്യൻ കൺട്രീസൊക്കെ കറങ്ങി, അവിടെ നിന്ന് ലണ്ടൻ വരെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളൊരു പ്ലാൻ വെച്ചിട്ടില്ല. തിരിച്ച് ദുബായിലേക്കല്ലെന്ന് ഇപ്പോൾ എനിക്കറിയാം. ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ചോടിച്ച് നാട്ടിലേക്കായിരിക്കാം. പക്ഷേ ഇതെപ്പോഴാണ് ഇതിൻ്റെ വീഡിയോസ് വരാൻ പോകുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഏത് മാസം ഏത് കാലഘട്ടങ്ങളെന്നൊന്നും ഞാനിതിൽ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ വണ്ടി കാണിച്ചു തരാം. ഈ ഒരു മോൺസ്റ്ററിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതായത് ജീപ്പിൻ്റെ ഗ്ലാഡിയേറ്റർ. നിങ്ങൾക്ക് ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഗ്ലാഡിയേറ്റർ, ഇതിന് മുന്നേ എനിക്കുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കളറുള്ള ഗ്ലാഡിയേറ്ററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വണ്ടി അല്ല ഇത്. ഈ വണ്ടി കംപ്ലീറ്റ്ലി ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. തൊടുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോരോരോ കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. 40 ഇഞ്ച് ടയർ, 4.5 ഇഞ്ച് ലിഫ്റ്റ് കിറ്റ്, മോൺസ്റ്റർ ടക്ക. ഫ്രണ്ടിലെ 2 സീറ്റ് മാത്രം വെച്ചിട്ട് ബാക്കിലെ സീറ്റൊക്കെ കളഞ്ഞ് അവിടെയാണ് എനിക്ക് ട്രാവൽ ചെയ്യാനുള്ള എൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ബാക്കിൽ ജസ്റ്റ് സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ദുബായ് ടു ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാൽബറോയുടെ വണ്ടി നമ്മൾ ചെയ്തിരുന്നു. ആ മാൽബറോയുടെ വണ്ടി ചെയ്ത അദ്വൈതിൻ്റെ സ്ഥാപനത്തിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അവിടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ വേറെ സുഹൃത്ത് മാത്യുവും അദ്വൈതും കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഗറാജിലിട്ടിട്ടാണ് വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്തത്. ഇതിനെപ്പറ്റിയൊക്കെ ഡ്രൈവിങ്ങിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഒരുപാട് ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ 30, 40, 50, 60, 70, 90 ദിവസങ്ങളിൽ നീണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. ഇതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മദറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഈ ഒരു ദിവസം ഞാൻ എൻ്റെ യാത്ര തുടങ്ങുക. ഒരു 2 hours ഞാൻ പോർട്ടിൽ ചെല്ലും. എൻ്റെ വണ്ടി അവിടെ ഹാൻഡ് ഓവർ ചെയ്യും. കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞിട്ട് ദുബായിൽ നിന്നും ഫെറിയിൽ കാറിനെ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലേക്ക് നമ്മൾ പോവാം. ബാക്കിയുള്ളത് ഓൺ ദ വേ ഞാൻ പറയാം. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് സെറ്റപ്പ്. എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈമിംഗ് മോള് വന്ന ഗിഫ്റ്റ് ബാഗാണത്, നോർത്ത് ഫേസിൻ്റെ. ഞാൻ ചോദിച്ച് മേടിച്ചാണ് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കിത് വേണമെന്ന്. പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഈ സാധനം കൂടി ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നു. റിക്കവറി വന്നു പുറത്ത്. സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇതായി. ഹാർട്ട് ബീറ്റ് പടപടപടാന്ന് അടിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഫെറി വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. സംഭവം എനിക്ക് നല്ല രീതിയിൽ നീന്താനും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഈ കടലെന്ന് പറയുമ്പോൾ ഒരു വൃത്തികെട്ട പേടിയാണ്. എങ്ങാനും കാലെടുത്ത് വെച്ച ടൈറ്റാനിക്കിലാണെങ്കിലോ അങ്ങനെ ഒരു പേടിയോടെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോകാൻ വേണ്ടി പോവാം. ഞാനുണ്ട്, ഇത് എന്നെ കൊണ്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ വണ്ടി ഫുള്ളി മോഡിഫൈഡ് ആയതുകൊണ്ട് ഷാർജയുടെ ഉള്ളിൽ കയറ്റാൻ പറ്റത്തില്ല. കയറ്റിയാൽ എൻ്റെ ട്രിപ്പ് ഇന്നത്തോടെ അതിൻ്റെ അടുത്തൊരു തീരുമാനവും. കാരണം ഇതിൻ്റെ V6 അല്ല, എൻജിനെടുത്ത് നമ്മൾ കളഞ്ഞു. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 8 സ്പീഡ് ഹെമി ട്രാൻസ്മിഷനിൽ ഹെമി 6.4 ലിറ്റർ 392ൻ്റെ എഞ്ചിൻ ആ വണ്ടിയിലിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മോഡിഫൈ ചെയ്ത് എനിക്ക് ദുബായിൽ നിന്ന് ഇതിനുള്ള പെർമിഷൻ എല്ലാം ഗ്രാൻഡായി. എനിക്ക് RTA അപ്രൂവ്ഡ് ആയിട്ടാണ് വണ്ടി കൊണ്ടത്. പക്ഷേ ഷാർജ ലീക്ക് വരുത്തി കൊണ്ടുപോയി ഞാൻ ജന്മത്തിൽ തന്നെ ഒരു സമ്മതിക്കത്തില്ല.
അതുകൊണ്ട് ഇവിടെ നിന്ന് റിക്കവറി കയറ്റി നമ്മൾ ഷാർജയിൽ പോയി, ഷാർജയിലെ പോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് എനിക്ക് വണ്ടി ക്ലിയറൻസിന് കൊടുത്ത് ക്ലിയർ ചെയ്തതിന് ശേഷം വണ്ടി ഞാൻ തന്നെ ഓടിച്ച് വണ്ടിയുടെ ഫെറിയുടെ ഉള്ളിൽ കയറ്റി വെക്കും. അപ്പോൾ അത് എത്രത്തോളം എനിക്ക് ഫിലിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുന്നേ ചെയ്യാത്തതുകൊണ്ട് ഫസ്റ്റത്തെ 2-3 എപ്പിസോഡിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അപാകതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സഹിക്കുക. പിന്നെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇത് 1946 പണിത ബിൽഡിംഗ് ആണെന്ന് പറയാൻ എനിക്കറിയാൻ പാടില്ല. പോകുന്ന വഴി എന്തൊക്കെ കാണുന്നു അതൊക്കെ നമ്മൾ കാണിക്കും, സംസാരിക്കും. ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാർനെറ്റാണ് നമുക്ക് ഫസ്റ്റ് വേണ്ട സാധനം. വണ്ടി ഫസ്റ്റത്തെ കാര്യം ലോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വണ്ടി ആയിരിക്കണം. വണ്ടി നമ്മൾ പാസ് ചെയ്ത് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ വെരി ലോങ് ആയിട്ടുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വണ്ടിയുടെ റിന്യൂവൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ വണ്ടി നമ്മൾ റിന്യൂവലിന് വേണ്ടി തിരിച്ച് ദുബായിലോട്ടൊക്കെ കൊണ്ടുവരേണ്ടി വരും. ഞാനിപ്പോൾ അങ്ങനെയാണ് വണ്ടി ചെയ്തത്. വണ്ടി ഞാൻ നവംബറിൽ റിന്യൂ ചെയ്ത് നമ്പർ പ്ലേറ്റ് എല്ലാം ആക്കി എൻ്റെ പേരിലേക്ക് ആക്കിയിട്ട് വണ്ടി ഞാൻ ഫുള്ള് പണിയൊക്കെ തീർത്ത് അതിന് മുന്നേ റെഡിയാക്കി വെച്ചു. എന്നിട്ട് നേരെ പോയി കാർനെറ്റ് എടുത്തു. കാർനെറ്റിൽ 45,000 ദിറംസ് കാർനെറ്റിൻ്റെ ഫീസ് ഉണ്ടായിരുന്നു. അതായത് നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 12 ലക്ഷം രൂപ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട് ഈ വണ്ടി എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളത്. അതുകൂടാതെ 1 ലക്ഷം ദിറംസിൻ്റെ 100,000 ദിറംസിൻ്റെ ഒരു ചെക്ക് സൈൻ ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഞാൻ ഈ വണ്ടി തിരിച്ചു കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റി ഞാൻ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പേരിൽ അവർ ആ ചെക്ക് ബാങ്കിലെടുത്ത് ആ 45,000-ഉം ആ 100,000 അവരെടുക്കും. അതുകൂടാതെ എനിക്കൊരു കേസും വരും. അപ്പോൾ ഇത് അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് എത്രത്തോളം നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ നമ്മൾ ചെന്ന് പെട്ടാലുള്ളൊരു കാര്യമാണ്. പിന്നെ കാർനെറ്റിൻ്റെ പേപ്പർ ഒരു കാരണവശാലും കഴിഞ്ഞാൽ അത് മിസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും രാജ്യത്ത് കയറുമ്പോൾ അവർ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ എക്സിറ്റ് അടിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ചിലവെല്ലാം കൂടി ഇവിടെ നിന്ന് കൂട്ടുവാണെങ്കിൽ ഫെറിക്ക് വേണ്ടിയിട്ട് ഞാൻ 2,400 ദിറംസ് ഇൻക്ലൂഡിങ് എൻ്റെ ടിക്കറ്റിൻ്റെ ചാർജും വണ്ടി കയറ്റാനുള്ളത്. ഈ 2,400 എന്ന് പറയുന്നത് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 55,000 റുപ്പീസ് അത്രേ വന്നിട്ടുള്ളൂ. അല്ല എൻ്റെ ചാർജ് കൊണ്ട് എനിക്ക് ഫെറിയിൽ ട്രാവൽ ചെയ്യാനും പിന്നെ 1,900 kg വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണെങ്കിൽ അതിന് 1,900 ആണ് വരുന്നത്. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഇപ്പോൾ 1,900 ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. 2,800 എബോവ് വെയിറ്റ് ഉള്ള വണ്ടിക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചാർജസ് കൂടും. 2,500 ദിറംസ് അങ്ങനെ എന്തൊക്കെയോ വരും. ഞാനത് കുറച്ചും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ അടുത്തൊരു സംഭാഷണത്തിൽ ഞാൻ പറയാം. ഇപ്പം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും സംഭവങ്ങളൊക്കെ ചെയ്തു, വലിച്ചു നീട്ടുന്നില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് നാരങ്ങയൊക്കെ വെച്ച്, എനിക്കാണെങ്കിൽ കണ്ണിൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. പോണ വഴിക്ക് വല്ല പണിയും കിട്ടി പണ്ടടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ എപ്പിസോഡ് തന്നെ ഞാൻ പിന്നീടത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വരാനുള്ള ദിവസങ്ങളിൽ ദൈവത്തിന് മാത്രം അറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കണ്ണ് മാറി കിട്ടാൻ വേണ്ടി നമ്മുടെ അദ്വൈത് 2 നാരങ്ങ മേടിക്കാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റേ പാണ്ടിപ്പടയിൽ ദിലീപ് പോകുന്നത് പോലെ വണ്ടിയും വെച്ച്, പാണ്ടിപ്പടലല്ല എന്താ പറഞ്ഞ നമ്മുടെ പറക്കുന്നലയിൽ ദിലീപ് പോകുന്ന പോലെ ഈ ഒരു സാധനം കൊണ്ട് ഞാൻ അങ്ങ് പോവുക. നാരങ്ങയും വെച്ച് കെട്ടി ഇറക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം ഇറക്കും. റിക്കവറി കയറ്റി നേരെ പോയി കഴിഞ്ഞാൽ ഷാർജ ചെന്നാൽ ഫെറി കയറി കഴിഞ്ഞാൽ അങ്ങ് ഇറാനിൽ ചെന്നിട്ട് തോക്കും വെടിയുണ്ടെന്നൊക്കെയാണ് ഇവിടെ ഉള്ള തെണ്ടികൾ പറയുന്നത്. അത് എത്രത്തോളം അതിൻ്റെ സത്യാവസ്ഥ എന്നത് ഞാൻ അവിടെ എത്തിയിട്ട് ഇറാൻ എന്തോരം ഭംഗിയുണ്ട്, എത്രത്തോളം പീസ്ഫുള്ളാണ് ഇറാൻ, അല്ല എത്രത്തോളം അലമ്പാണ് ഇറാൻ എന്നൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. സോ ഫാർ ഞാൻ കേട്ടത് വെച്ചിട്ട് ഇറാൻ ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കൺട്രീസ്. ഇപ്പോൾ ട്രാവൽ ചെയ്ത എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. സോ ലെറ്റ്സ് സീ, ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ സംസാരിച്ചു പോകും. സോ ഏതാ ഓടിപ്പോകുന്നവനുണ്ടല്ലോ ഇവനാണ് ഈ വണ്ടി ഇങ്ങനെ ആക്കിയത്. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do is so instinctive and so passionate. Every word I move so restrictive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast, I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. ഞങ്ങളങ്ങനെ DIPയിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. DIPയിൽ നിന്ന് വണ്ടി ഇറക്കി. അവിടെ നിന്ന് ഞാനും അദ്വൈതും നിരഞ്ജനും റാപ്പിഡ് വിഷൻ എന്ന് പറയുന്ന നിരഞ്ജൻ ഞങ്ങൾ
ഷാർജ പോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോർട്ടിൽ ചെന്ന് വണ്ടി റിക്കവറിയിൽ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാർജയിൽ സേഫ് അല്ല എൻ്റെ വണ്ടി ഓടിക്കൽ, കാരണം അത്രയും മോഡിഫൈ ചെയ്ത വണ്ടികൾ ഓടിച്ച് പോകുന്ന വഴി പോലീസ് ഓടിച്ച് ചോദിച്ചപ്പോൾ ഇന്നത്തെ കംപ്ലീറ്റ് പരിപാടികൾക്ക് ബ്ലോക്ക് ആവും. അതുകൊണ്ട് സേഫായിട്ട് റിക്കവറിയിൽ വിട്ടു. അവിടെ ചെല്ലുക, റിക്കവറിയിൽ നിന്ന് വണ്ടി ഇറക്കുക. ഇറക്കിയതിന് ശേഷം പോർട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. ആ സ്ഥലത്തൊക്കെ എനിക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അതെല്ലാം കഴിഞ്ഞു. വണ്ടി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തായാലും സമയം കിട്ടും. പക്ഷെ അതിന് മുന്നേ ഉള്ളത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ അതും കൂടി റെക്കോർഡ് ചെയ്യാം. നമ്മൾ ഇനി എന്താ പറയുക, കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി നമ്മുടെ ഏജൻറ് അറേഞ്ച് ചെയ്തു. പോകുന്ന ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലാണ് വണ്ടി എല്ലാ പ്രാർത്ഥനയോടെ കൂടെ വണ്ടിയിലേക്ക് കയറാണ്. അങ്ങനെ വണ്ടി നമ്മുടെ ഷിപ്പിൽ കൊണ്ടുവന്നിട്ടു. ഇന്ന് ആപ്പാടെ ഇവിടുന്ന് 2 വണ്ടിയേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ 2 വണ്ടിയിൽ ഒരെണ്ണം നമ്മുടെ വണ്ടിയും ഒരെണ്ണം ഈ ഒരു മെഴ്സഡീസോ. വലിയ സ്പേസ് ആട്ടോ. ഇവിടെ ഈ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഈ പുള്ളി ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാപ്റ്റനാണ് നിൽക്കുന്നത്. പുള്ളി നമുക്കിതിൻ്റെ താഴെ ഗുഡ് കാര്യങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഷിപ്പിംഗ് കമ്പനിയുടെ ആളാണ്. പുള്ളിക്ക് ചെറിയൊരു ടിപ്പ് കൊടുത്തു. എല്ലാം കൊണ്ട് സെറ്റായിരുന്നു. പുള്ളി ഹാപ്പി ആയിട്ട് എല്ലാം ചെയ്തു തന്നു. താങ്ക് യു. താങ്ക് യു. ഇമിഗ്രേഷൻ്റെ ഓഫീസാണ് ഈ കാണുന്നത്. ഇമിഗ്രേഷൻ്റെ ഓഫീസ് ഭയങ്കര ക്ലിയർ അല്ല, ഇവിടെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ബസ്സിൽ വന്നിരിക്കുക. ഈ ബസ്സിൽ നിന്ന് ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ പോകും, നമ്മുടെ ഫെറിയുടെ ഉള്ളിൽ പോകും. അങ്ങനെ നമ്മുടെ ഷിപ്പിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ മേളിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ജാക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ചെറിയൊരു പെർമിഷൻ ചോദിച്ചു വെച്ചായിരുന്നു, ഞാൻ എൻ്റെ ജാക്കറ്റ് പിന്നെ വന്ന് എടുത്താൽ മതിയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ജാക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാം. ഇവിടെ അധികം നേരം ക്യാമറയിൽ കളിക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞത്. അതുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇതിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ബാക്കി മേളിൽ ചെന്നിട്ട് മേളിലെ സൗകര്യവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫെറിയുടെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ലേഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫാമിലീസായിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഫെറിയുടെ ഉള്ളിലുള്ള പരിപാടികൾ അധികം ഫിലിം ചെയ്യുന്നില്ല. കാരണം ഒന്നത് എല്ലാവരും മുസ്ലിംസ്, അപ്പോൾ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. ഒരു ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യാം. ഞാൻ അതുകൊണ്ട് ഫെറിയുടെ ഉള്ളിലൊന്നും ഇടുന്നില്ല. നാളെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നാളത്തെ കാര്യങ്ങളാക്കി ഇനി വേറൊരു എപ്പിസോഡിലിടാം. ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ ബാഗ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ച കോർണറിലിരിക്കാം. ഇതിലെന്തോ ഫുഡ് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ മൂവായി തുടങ്ങി. ആൾക്കാരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഫുള്ളിങ്ങനെ ചില്ല് ചെയ്യുക. നല്ല കാറ്റുണ്ട്. ഞാൻ ഈ വീഡിയോ ഈ ഒരു നല്ലൊരു വ്യൂവും കൂടി കിട്ടിയപ്പോഴത്തേക്കും ഈ വ്യൂ എല്ലാം കാണിച്ചിട്ട് ഞാൻ പിന്നെ ഈ വീഡിയോ നിർത്താലോ എന്ന് വിചാരിച്ചു. ഷാർജയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഇന്നത്തെ രാത്രി നമ്മൾ ഈ എന്താ പറയുക, ഈ ഫെറിയുടെ ഉള്ളിൽ തീർക്കുക. ഈ ഫെറിയുടെ ഉള്ളിൽ തീർത്തതിന് ശേഷം നാളെ നമ്മൾ എന്താ പറയുക ഇറാനിലെത്തും. എന്നോട് പലരും ചോദിച്ചു മീശയൊക്കെ കളഞ്ഞത് ഇറാൻ്റെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ്. മീശ കളഞ്ഞതല്ല, അറിയാതെ പോയതാണ്. അപ്പോൾ എന്താ പറയുക, നല്ല കാറ്റുണ്ട്. ഇത് അവിടെ എത്തും സേഫായിട്ടെന്ന് വിചാരിക്കുന്നു. സേഫായിട്ട് എത്തിയതിന് ശേഷം വണ്ടി റിലീസ് ചെയ്യണം. വണ്ടി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ഫ്രണ്ട് നാളെ എന്നെ മീറ്റ് ചെയ്യാൻ വരും. പുള്ളിക്കാരൻ എൻ്റെ കൂടെ ബാന്ദ്രാബാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് ടെഹറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് ടർക്കിയിലേക്ക് പോകുന്നത് വരെ എൻ്റെ കൂടെ ഉണ്ടാവും. ഒരു ഗൈഡ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഈസ് ഗോണ ബി എ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരികയാണ്, ഒറ്റയ്ക്ക് ഓടിക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ നാളെ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ചെറിയൊരു പേടിയുണ്ട്, പക്ഷേ ആ പേടിയാണ് ഇത് കഴിഞ്ഞ് നാളെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഓടാനുള്ള കംപ്ലീറ്റ് പവർ വരാൻ പോകുന്നത്.
ഇതിനു മുന്നേ ഞാൻ കയ്യിൽ ഇങ്ങനെ ക്യാമറ ഓടിച്ച് വ്ളോഗ് ചെയ്യാനോ ഹേയ് ഗായ്സ് എന്നൊന്നും പറയാൻ വേണ്ടി നിന്നിട്ടില്ല. അറിയാമല്ലോ നമ്മുടെ വണ്ടിഫൈഡിലെ പരിപാടി. പക്ഷേ ഈ ഒരു പരിപാടി പ്രത്യേകിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ മദറിന് വേണ്ടിയിട്ട്. ഈ ഒരു ജേർണി കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ചെയ്യണം. ഇത് ചിലപ്പോൾ 2-3 ദിവസം കൊടുക്കും എനിക്കൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇട്ടേക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ അവിടെ എത്തിയിട്ട് ഞാനിടാം. നാളെ രാവിലെ അവിടെ എത്തിയിട്ട് വണ്ടിയെല്ലാം റിലീസ് ചെയ്ത് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിടാം. അപ്പോൾ ബൈ. അങ്ങനെ ആദ്യ ദിവസത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തി. ഇനി നാളെ രാവിലെ അവിടെ എത്തുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഞാൻ ഇട്ട് തുടങ്ങാം.